എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ സ്വീറ്റ് സൈലൻഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാർബിൾ കേക്കാണ്. ഇത് എല്ലാവർക്കും നല്ല പരിചയമുള്ളതും ഇഷ്ടമുള്ളതുമായ ഒരു കേക്കാണ്. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിലുള്ളവർക്കും വീട്ടിൽ വരുന്നവർക്കും ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മാർബിൾ കേക്ക് നല്ല സോഫ്റ്റ് ആയതും പഞ്ഞി പോലെ ഇരിക്കുന്നതുമായ ഒരു കേക്കാണ്. അത്ര തന്നെ രുചിയിലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ കേക്കിന് വേണ്ട സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 150 ഗ്രാം ബട്ടർ, 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് 2 പാത്രത്തിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തൈര്, 1/4 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2.25 കപ്പ് മൈദ, 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് പൗഡറും കോഫി പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും 4 ടേബിൾ സ്പൂൺ മിൽക്ക് ഈ പൗഡറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി തരിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ഒരു ബാറ്ററാക്കി എടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടിയിലേക്ക് ഉപ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ ഫ്ലോർ മിക്സ്ചർ 3 പ്രാവശ്യം അരിപ്പി ഉപയോഗിച്ച് അരിച്ച് കട്ടയില്ലാതെ എടുക്കാം. അതിനുശേഷം ഒരു ലാർജ് ബൗളിലേക്ക് മുട്ടയുടെ വെള്ളയൊഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ലോ സ്പീഡിൽ നമുക്ക് ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതഞ്ഞു പൊങ്ങുന്ന മുട്ടവെള്ളയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. അതിനുശേഷം നല്ല ഹൈ സ്പീഡിലിട്ട് നമ്മൾ ബീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. ഏകദേശം 5 to 10 മിനിറ്റ്സ് നമുക്ക് ബീറ്റിംഗ് ഇതിന് ആവശ്യമാണ്. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടവെള്ള നന്നായിട്ട് പതഞ്ഞു പൊങ്ങി സ്റ്റിഫ് പീക്സിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് നമുക്ക് പാകമായോ എന്നറിയാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടവെള്ളയുടെ പാത്രം കമിഴ്ത്തി പിടിച്ചാൽ അത് താഴെ പോകാതെ ആ പാത്രത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെയാണ് നമ്മളിത് റെഡിയായോ എന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് വേറെ ഒരു വലിയ ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് നല്ല സ്മൂത്തായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് സ്മൂത്തായ നമ്മുടെ ബട്ടറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൗഡേർഡ് ഷുഗർ കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഷുഗർ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് നല്ല ഫ്ലഫി രൂപത്തിൽ ആക്കിയെടുക്കാം.
മുട്ടയുടെ മഞ്ഞ ഇതിലേക്കൊഴിച്ച് നമുക്ക് ബീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. മുട്ടയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തത് വാനില എസൻസും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. ഈ ബാറ്ററിലേക്ക് ആദ്യമേ 3 പ്രാവശ്യം സീവ് ചെയ്ത് വെച്ച മൈദ മിക്സും മിൽക്കും കൂടെ 2 തവണയായിട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി നല്ല ഒരു തിക്ക് ബാറ്ററാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് മുട്ട പതപ്പിച്ച് വെച്ചത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് പതുക്കെ സൈഡിൽ നിന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് പതുക്കെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിൽ നിന്നും 1/3 ബാറ്റർ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ച് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ചോക്ലേറ്റ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബേക്കിംഗ് ട്രേ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ബാറ്റർ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു സ്കൂപ്പ് ഉപയോഗിച്ച് ട്രേയിലേക്ക് ഒഴിക്കാം. ഒരു സ്പൂൺ എടുത്ത് തലകീഴായി പിടിച്ച് സിക്സാഗ് മോഷനിൽ നമുക്ക് ബാറ്ററിൽ കൂടി എഴുതാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 45 to 50 മിനിറ്റ്സ് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഇത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ട്രൈ ചെയ്യുകയും ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching our videos.